ജയചന്ദ്രൻ സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകണം, ഈ ചർച്ചയിലുടനീളം ഇപ്പോൾ 45 മിനിറ്റ് ആകാൻ പോകുന്നുണ്ട്. രജിൻ പറഞ്ഞത് തുടക്കം മുതൽ അവസാനം വരെ ഒരേ കാര്യം തന്നെയാണ്, എത്തി നിൽക്കുന്നത് ശബരിമലയിലുമാണ്. അല്ലാതെ എന്തെങ്കിലും കാര്യം കേരളത്തിന് വേണ്ടി ഏറ്റവും ഒടുവിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല സമരം നടത്താൻ പോലും ഇവരെ കൊണ്ട് കഴിഞ്ഞോ? ഒരു പ്രതിപക്ഷമായവരെ കൊണ്ട് കഴിഞ്ഞോ? ഇവർ പറഞ്ഞല്ലോ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് വലിയ തരത്തിൽ വികസനങ്ങളെ തടഞ്ഞ പ്രതിപക്ഷമാണ് ഇതെന്നൊക്കെ തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ സംസ്ഥാന സർക്കാർ കൊണ്ട് LDF സർക്കാർ കൊണ്ടുവന്ന ഏതെങ്കിലും നയങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് മുമ്പിൽ അത് പൊളിച്ചെഴുതാൻ ഏതെങ്കിലും ഒരു അഴിമതി കഥ ചൂണ്ടിക്കാട്ടാൻ നോക്കി കഴിഞ്ഞോ? എന്നിട്ടും ഇങ്ങനെ നിരന്തരം നുണകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ജയചന്ദ്രൻ സാർ. അതിനകത്ത് അടിസ്ഥാന പ്രശ്നം നമ്മളൊന്ന് കാണേണ്ടതുണ്ട്. കാരണം ഈ വിമർശനം രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഈ ക്രിയേറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്ന ക്രിയാത്മക വിമർശനം. അത് തെറ്റുകൾ കണ്ടാൽ തിരുത്താനായിട്ട് അത് ചൂണ്ടിക്കാണിക്കുകയും അതിനെ തിരുത്തുകയും ചെയ്യുന്ന യഥാർത്ഥ പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കുന്ന ഒരു പ്രതിപക്ഷം. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഭരണപക്ഷത്തിന്റെ തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി തന്നെയാണ് പ്രതിപക്ഷമായിട്ട് ഇരിക്കേണ്ടത്. അതിലൊരു സംശയവുമില്ല. നമ്മളുടെ പാർലമെന്ററി വ്യവസ്ഥകൾ അതുമായി ബന്ധപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട്. അതാണ് ഈ ക്രിയാത്മക പ്രതിപക്ഷം എന്ന് പറയുന്നത്. മറ്റൊന്ന് ഈ ക്രിയേറ്റീവ് ക്രിറ്റിസിസത്തിന് നേരെ അപ്പുറത്ത് നിൽക്കുന്നതാണ് മറ്റേ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്ന സംഹാരാത്മക വിമർശനം അല്ലെങ്കിൽ ശത്രുതാപരമായ വിമർശനം എന്ന് പറയുന്നത്. അവിടെ ഇപ്പോ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ രജിൻ ഇപ്പൊ തുടക്കം മുതൽ ഇപ്പം വരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ശത്രുതാപരമായ വിമർശനമാണ്. ഗവൺമെന്റ് എന്തെങ്കിലും തെറ്റുപറ്റിയെന്ന് ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത് മുഴുവനായും തെറ്റുകളാണ്. ആ തെറ്റുകൾ മാത്രമേ ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളൂ എന്ന് കൊട്ടത്താപ്പനങ്ങ് പറയുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ജനങ്ങളുടെ മുമ്പിൽ ചെല്ലുമ്പോഴേക്ക് ജനങ്ങൾ പെട്ടെന്ന് കൈരളിയുടെ ഈ ചർച്ച കാണുന്ന ഏത് പ്രേക്ഷകനും അനായാസം മനസ്സിലാകും ഇതൊരു രാഷ്ട്രീയ വിമർശനം മാത്രമാണ്, രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ് അദ്ദേഹം തുടക്കം മുതൽ ഇതുവരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിയേറ്റീവ് ക്രിറ്റിസിസം എന്ന നിലയിലേക്ക് അതൊരിക്കലും ഒരു പ്രാവശ്യം പോലും അതിന് ഉയരാൻ കഴിയുന്നില്ല. അതങ്ങനെയാണ്. ഇപ്പോ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം ഞാൻ പറയാം. 1 മാസം മുമ്പ് നടന്നതാണ്. നെല്ലിന് നമ്മള് ഇവിടെ സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ് കൊടുക്കുന്നുണ്ട്, സംസ്ഥാനത്തിന് പ്രത്യേക ബോണസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പൊ കിലോയ്ക്ക് 30 രൂപയാക്കിയത്. അപ്പൊ കേന്ദ്ര സർക്കാർ ഉത്തരവ് ഇറക്കുകയാണ്, നിങ്ങൾ ആ കൊടുക്കുന്ന സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ് ഉടൻ തന്നെ പിൻവലിക്കണം. നിങ്ങൾ 23 രൂപ 69 പൈസ കൊടുക്കാൻ പാടുള്ളൂ, 30 രൂപയ്ക്ക് കൊടുക്കുന്നത് തെറ്റാണ്, പറ്റില്ല. അപ്പോ LDFന്റെ സർക്കാരാണല്ലോ ഭരിക്കുന്നത്. എന്നിട്ടും LDF ജില്ലാ ഘടകങ്ങൾ വിവിധ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിൽ പ്രതിഷേധ ധർണകൾ നടത്തുകയുണ്ടായി. ഈ നിലപാടിന്റെ നടപടിക്കെതിരെ നമ്മൾ സംസാരിക്കുന്ന ഈ ചർച്ചയിൽ സംസാരിക്കുന്ന ഈ നിമിഷം വരെ കോൺഗ്രസിന്റെ ഒരു ധർണയെക്കുറിച്ച്, ഒരു വിമർശനത്തെക്കുറിച്ച് നിങ്ങൾ എവിടെങ്കിലും കേട്ടോ? ആരെങ്കിലും കേട്ടോ? രജിൻ എവിടെങ്കിലും കേട്ടോ? രജിൻ കോൺഗ്രസിന്റെ നേതാവുമാണല്ലോ. നമ്മള് മലയാളികളെല്ലാം അരിയാഹാരം കഴിക്കുന്നവരുമാണ്. നമ്മളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നത്തിലാണ് ഇങ്ങനെ പറയുന്നത് ആര്? കേന്ദ്ര സർക്കാർ. ഇതിനെതിരെ ഏതൊരു മലയാളിയും സടകുടഞ്ഞ് എഴുന്നേക്കുന്നതാണ്. നമ്മളുടെ ആന്തരികമായ ആ ക്ഷോഭം ഉയരേണ്ടതാണ്, പ്രതിഷേധിക്കേണ്ടതാണ്. പ്രതിഷേധിച്ചത് ആരാണ്? ഭരിക്കുന്ന ഗവൺമെന്റിന്റെ കീഴിലുള്ള LDF, ഭരണമുന്നണിയായ LDFന്റെ കീഴിലുള്ള ഘടകങ്ങളാണ് പ്രതിഷേധിച്ചത്. എന്താണത് നൽകുന്ന മെസ്സേജ്? എന്താണ് അതാണ് ഇവരിപ്പൊ പറയുന്ന അന്തർധാരയല്ല. യഥാർത്ഥ അന്തർധാര അവിടെയാണ് കാണുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള തെറ്റായ നിങ്ങളെ വിമർശിക്കാതിരിക്കുക എന്നുള്ളിടത്താണ് അന്തർധാര വരുന്നത്. ഇപ്പൊ ഇവര് വേറെ അന്തർധാരയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ജനങ്ങളുടെ മുമ്പിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ഈ കഴിഞ്ഞ 1 മാസമായിട്ട്, 1 മാസം മുമ്പ് വന്ന ഇക്കാര്യത്തിൽ 1.5 മാസം മുമ്പ് വന്നാണ്. 1 മാസം മുൻപ് നിറയെ സമരങ്ങൾ കേരളത്തിൽ നടന്നതുമാണ്. ആ കേസിൽ ഇപ്പൊ അത് കഴിഞ്ഞപ്പോ കേന്ദ്ര സർക്കാരിന് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ വന്നല്ലോ. കാരണം കേരളം അതിൽ നിന്ന് പുറകോട്ട് പോവില്ല എന്ന് ഖണ്ഡിതമായി പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ കൊടുക്കുന്ന സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ് കൃത്യമായി കൊടുക്കും, 30 രൂപയ്ക്ക് തന്നെ നെല്ല് സംഭരിക്കുകയും ചെയ്യും എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് കേന്ദ്ര സർക്കാരിന് മിണ്ടാട്ടം മുട്ടി. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞത് അതടക്കമുള്ള കാര്യങ്ങളിലാണ് നമ്മൾ ക്രിറ്റിസിസത്തിനെ വീണ്ടും അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ക്രിയേറ്റീവ് ക്രിറ്റിസിസം അല്ല, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസമാണ്